A+2 സ്വാഗതം. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ കേരളത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം നടപ്പാവുകയാണ്. ഒറ്റത്തവണ ഉപയോഗത്തിനുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികൾക്കും ഭക്ഷണ പാക്കറ്റുകൾക്കും കോടതി പ്രധാനമായും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഹിൽ സ്റ്റേഷനുകളിലും ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും വിവാഹ ചടങ്ങുകളിലും പൊതു സമ്മേളനങ്ങളിലുമൊക്കെ തന്നെ ഈ നിരോധനം ബാധകമാവുകയാണ്. ഈ നിരോധനം നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള എൻഫോഴ്സ്മെൻറ്റ് സംവിധാനവും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. 10 മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഈ നിരോധനം കർശനമാക്കുകയാണ്. വൃത്തിയുള്ള പരിസ്ഥിതി മൗലിക അവകാശമാണെന്നും അത് ഉറപ്പാക്കേണ്ടതാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ ഉത്തരവിൻ്റെ ഭാഗമായി വരുന്നതെന്ന് നോക്കാം. 5 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളും 2 ലിറ്ററിൽ താഴെയുള്ള ശീതളപാനീയ കുപ്പികളുമാണ് പ്രധാനമായും നിരോധിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പ്ലാസ്റ്റിക് സ്ട്രോകൾ, ഭക്ഷണ പാക്കറ്റുകൾ, പ്ലാസ്റ്റിക് പ്ലേറ്റ്, കപ്പ്, ബേക്കറി ബോക്സുകൾ എന്നിവയ്ക്കെല്ലാം വിലക്കുണ്ട് എന്നതും കൂടി അറിഞ്ഞിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടവരുടെ ലൈസൻസിൽ വ്യവസ്ഥ ഉൾപ്പെടുത്തുന്നതിന് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹിൽ സ്റ്റേഷനുകളിൽ കുടിവെള്ള കിയോസ്കുകളും വാട്ടർ ഡിസ്പെൻസിംഗ് യന്ത്രങ്ങളും സ്ഥാപിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒറ്റത്തവണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ അനുവദിക്കാനും പാടില്ല. വെള്ളമെടുക്കാൻ സ്റ്റീൽ ഗ്ലാസ് പോലുള്ളവയാണ് ഉപയോഗിക്കേണ്ടത്. ചില്ലു കുപ്പികളിലും മറ്റും കുടിവെള്ളം വിൽക്കാൻ സൗകര്യം നൽകണം എന്നും മാർഗനിർദ്ദേശത്തിൽ ഉണ്ട്. ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയും ഇതിനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. കടൽ, നദി, കനാലുകൾ എന്നിവിടങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് തള്ളുന്നതും കർശന നിരീക്ഷണത്തോടും കൂടി തന്നെ അത് തടയണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിൽ ഇപ്പോഴുള്ള പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അവ ഈ ജനകീയ പിന്തുണയോടുകൂടി നീക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തണം എന്നുള്ളതും ഇപ്പോൾ ഹൈക്കോടതി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 1/2 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് മിനറൽ വാട്ടറിന് കേരളത്തിൽ നേരത്തെ തന്നെ നിരോധനം ഉണ്ട്. എന്നാൽ ഇത്തരം ചെറിയ കുപ്പികൾ കടകളിൽ വിൽപ്പനയ്ക്കില്ലെങ്കിലും വിവാഹ ചടങ്ങുകൾ അത് പതിവായി കാണാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കാലിക്കുപ്പികൾ സൽക്കാരങ്ങൾക്ക് ശേഷം കുമിഞ്ഞു കൂടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ചെക്ക് പോസ്റ്റ് കടന്നാണ് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ കേരളത്തിൽ എത്തുന്നത്. ചെറിയ വെള്ളക്കുപ്പികൾ ആയിട്ടാണ് ഇത് വിപണിയിൽ വരിക. നിരോധനം മറികടക്കുന്നതിനുള്ള പഴുതുകൾ ബന്ധപ്പെട്ട കച്ചവടക്കാർ സ്വീകരിക്കുന്നുണ്ട്. 1 ലിറ്റർ 2 ലിറ്റർ വെള്ളക്കുപ്പികൾക്കാണ് ഇപ്പോൾ ഏറെയും ഉപഭോക്താക്കൾ ഉള്ളത്. ശീതളപാനീയങ്ങളും കോളയും തീരെ ചെറിയ കുപ്പികളിൽ വിൽക്കുന്ന സമ്പ്രദായവും ഇപ്പോൾ പല ഷോപ്പുകളിലും ഉണ്ട്. ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവിലും ഇവ കടകളിൽ വിൽക്കുന്നതിനോ ഹിൽ സ്റ്റേഷനുകൾ അല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നതിനോ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. അതിനാൽ ഹിൽ സ്റ്റേഷനുകളിലും ഹോട്ടലുകളിലും സൽക്കാരങ്ങളിലും മാത്രമായി ഇവ നിയന്ത്രിക്കേണ്ടി വരുന്നതാണ് വലിയ ബുദ്ധിമുട്ടായി തീരുന്നത്. ഹോട്ടലുകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കടകളുണ്ട്. അവിടെ ചെറിയ ബോട്ടിലുകൾ വിൽക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തത അധികൃതരുടെ അടുക്കൽ നിന്നും വന്നിട്ടുമില്ല. ഏറ്റവും അധികം പ്ലാസ്റ്റിക് ബോട്ടിലുകളും സ്പൂണുകളും റാപ്പറുകളുമൊക്കെ ട്രെയിനുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവ വലിച്ചെറിയുന്നുമുണ്ട്. അത് കാരണമുണ്ടാകുന്ന പ്രശ്നം വേറെയുമാണ്. എന്തായാലും വിവാഹ ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നവർ ഇക്കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുന്നുണ്ട്.